ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ സാംസങ്ങിൻ്റെ A56 5G എങ്ങനെയുണ്ട്? സാംസങ്ങിൻ്റെ ഏറ്റവും കൂടുതൽ സെയിൽ നടന്ന മോഡലാണ് സാംസങ്ങിൻ്റെ A സീരീസ് ഫോൺസ്. ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങാൻ നോക്കുന്ന മോഡൽ A സീരീസ് ആണ്. അതിൻ്റെ മേജറായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഇപ്പം M സീരീസിലും F സീരീസിലും ഇല്ലാത്ത ചില ഫീച്ചേഴ്സ് A സീരീസിലുണ്ട്. അതായത് S സീരീസിലൊക്കെ ഉള്ള ഫീച്ചേഴ്സ് A സീരീസിലുണ്ട്. എന്നാലും S സീരീസ് പോലുള്ള ഒരു സംഭവം അതിൻ്റെ അഡയിൽ വരുന്ന ഒരു മോഡലാണ് അല്ലെങ്കിൽ സീരീസാണ് M സീരീസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ പ്രീമിയം ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. സോ A56 എങ്ങനെയുണ്ട്? ഇതിൻ്റെ പ്രൈസ് ആൻഡ് വേരിയൻ്റ് പറയുകയാണെങ്കിൽ 3 വേരിയൻ്റ് ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഒന്ന് ബേസ് മോഡൽ വന്നിട്ട് 8GB 128GB. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് 41,999 ആണ്. ഹയർ വേരിയൻ്റ് ആയിട്ടുള്ള 8GB 256GB വേരിയൻ്റെ പ്രൈസ് 44,999. ഏറ്റവും ഹൈ എൻഡ് മോഡലായിട്ടുള്ള 12GB 256GB വേരിയൻ്റെ പ്രൈസ് 47,999 ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഇപ്പം ഈ ഒരു ഫോൺ വാങ്ങാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ബേസ് മോഡലിൻ്റെ പ്രൈസ് 41,999 തന്നെയാണ്. പക്ഷേ 8GB 256GB വേരിയൻറ്റ് നിങ്ങൾക്ക് 128GB വേരിയൻ്റെ പ്രൈസിന് കിട്ടും. അതായത് 8GB 256GB വേരിയൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് വന്നിട്ട് 41,999 കിട്ടും. ഏറ്റവും ഹൈ എൻഡ് മോഡലായിട്ടുള്ള 12GB 256GB വേരിയൻറ്റ് വന്നിട്ട് 8GB 256GB വേരിയൻ്റ് ആയിട്ടുള്ള 44,999 ആ ഒരു ഫോണും കൂടെ കിട്ടും. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ പ്രൈസ്, അതായത് സാംസങ്ങിൻ്റെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിയും, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഇതേ പ്രൈസ് തന്നെയാണ്. അതായത് ബേസ് മോഡലിൻ്റെ പ്രൈസിൽ നിങ്ങൾക്ക് മിഡിൽ വേരിയൻറ്റ് കിട്ടും, മിഡിൽ വേരിയൻ്റെ പ്രൈസിൽ നിങ്ങൾക്ക് ഹയർ വേരിയൻറ്റ് കിട്ടും. സോ നല്ല പ്രൈസിങ് ആണ് ഇപ്പോൾ ഉള്ളത്. അത് ഒരു ടൈം കൗണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു 20 ദിവസം വരെയാണ് ഈ പറയുന്ന ഓഫർ എന്നാണ് പറയുന്നത്. വേറെ അഡീഷണൽ കാർഡോ ഒന്നും നിങ്ങൾ യൂസ് ചെയ്യേണ്ട. ഇപ്പോൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൈസിന് ഈ ഫോൺ കിട്ടും. ഇനി സാംസങ്ങിൻ്റെ ഷോപ്പ് ആപ്പ് ഉണ്ടല്ലോ, അതിൽ പോയി വാങ്ങിച്ചാൽ ഫസ്റ്റ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപ ഡിസ്കൗണ്ട് അങ്ങനെയും കിട്ടും. ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ മാത്രമേ. അപ്പോൾ പുതിയ നമ്പറൊക്കെ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1000 രൂപ പിന്നെയും കുറഞ്ഞ് കിട്ടും. ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 42,000 രൂപയാണ്. ആ ഒരു പ്രൈസ് പോയിന്റ് വെച്ച് ഇതിൻ്റെ ഡിസൈൻ കണ്ട സമയത്ത് ഒന്നും പറയാനില്ല. അതായത് പഴയ സാംസങ്ങിൻ്റെ ഫോൺസ് ഉണ്ടല്ലോ, A സീരീസ് M സീരീസൊക്കെ വരുന്ന ആ ഒരു ആക്ച്വൽ ക്യാമറ മൊഡ്യൂള് ഇതിലേക്ക് വരുമ്പോൾ സൈസ് കൂട്ടി വലുതാക്കി എന്നല്ലാതെ മേജറായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ടുള്ള ഈ വർഷമുള്ള എല്ലാ സാംസങ് A സീരീസും M സീരീസിലൊക്കെ എക്സാക്റ്റ് ഈ ഒരു ക്യാമറ മൊഡ്യൂൾ വെച്ചുകൊണ്ടാണ് ഫോൺസ് വരുന്നത്. കാണാൻ രസമൊക്കെ ഉണ്ട്, മോശമൊന്നും പറയാനില്ല, ഇപ്പോഴും നല്ല രസമൊക്കെ ഉണ്ട്. പക്ഷേ പഴയ മോഡലൊക്കെ ആണെങ്കിൽ അതിൻ്റെ സൈസ് ഭയങ്കര ചെറുതാണ് ക്യാമറ മൊഡ്യൂളിൻ്റെ. ഇപ്പോഴത്തെ വലിയ സൈസ് കൂട്ടിയിട്ടുണ്ടെന്നല്ലാതെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കളേഴ്സ് പറയുകയാണെങ്കിൽ 3 കളേഴ്സിൽ ഈ ഫോൺ വരുന്നുണ്ട്. ഒരു ഗ്രേഫൈറ്റ് വരുന്നുണ്ട്, ഒരു ഒലീവ് വരുന്നുണ്ട്, ഒരു ലൈറ്റ് ഗ്രേ കളർ കൂടെ വരുന്നുണ്ട്. വെയിറ്റ് ആൻഡ് തിക്നെസ് ആണെങ്കിൽ 196 ഗ്രാം വെയിറ്റും 7.4 mm തിക്നെസ് ആയിട്ടാണ് വരുന്നത്. IP67 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഗ്ലാസ് ബിൽഡായിട്ടാണ് വരുന്നത്. അതും കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിൻ്റെ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. സോ ബിൽഡ് പ്രീമിയം ആയിട്ടുള്ള ബിൽഡ് കൊടുത്തിട്ടുണ്ട്. മെറ്റലിൻ്റെ ഫ്രെയിം ആയിട്ടാണ് വരുന്നത്. സോ ഒരു പ്രീമിയം ബിൽഡ് ക്വാളിറ്റി ഈ ഒരു ഫോൺ വരുന്നുണ്ട്, നോ ഡൗട്ട്. ക്ലിയർലി പറയാം, ഇതിൻ്റെ കളേഴ്സ് ആണെങ്കിലും ലുക്ക് വൈസ് ആണെങ്കിലും ഒരു പ്രീമിയം സാംസങ് ഫോൺ തന്നെയാണ്. ഒരു ബഡ്ജറ്റ് ഫോണാണെന്ന് ആരും പറയത്തില്ല. അതിൻ്റെ പ്രൈസ് ബഡ്ജറ്റ് അല്ല, അത് വേറെ കാര്യം. എന്നാലും 42,000-41,000 രൂപ റേഞ്ചിൽ ഫോൺ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ബിൽഡ് ക്വാളിറ്റി ഈ ഒരു ഫോൺ എന്തായാലും കിട്ടുന്നുണ്ട്. അതിലൊന്നും യാതൊരു തരത്തിലുള്ള കോംപ്രമൈസ് സാംസങ് ചെയ്തിട്ടില്ല. ദെൻ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് 6.7 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് AMOLED 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. 1200 നിറ്റ്സിൻ്റെ ഹൈ ബ്രൈറ്റ്നസ് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല ഡിസ്പ്ലേ തന്നെ വരുന്നുണ്ട്. ഈ പ്രൈസ് റേഞ്ചിൽ സാംസങ് അല്ലാതെ ബാക്കിയുള്ള ബ്രാൻഡുകളുടെ ഫോണിലൊക്കെ തന്നെ 1.5K റെസൊല്യൂഷനൊക്കെ വരുന്നുണ്ട്. ബട്ട് സാംസങ് ആണ് എന്നൊരു ബ്രാൻഡ് വാല്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ ഫുൾ HD തന്നെ ധാരാളമാണ്. പിന്നീട് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിൻ്റെ പ്രൊട്ടക്ഷൻ ഫ്രണ്ട് ഡിസ്പ്ലേക്കും കൊടുത്തിട്ടുണ്ട്. സോ ഡിസ്പ്ലേയുടെ വൈസിലും നമുക്ക് യാതൊരു കുറ്റമോ കുറവോ ഒന്നും പറയാനില്ല. ഒരു ബെസ്റ്റ് ഇൻ ക്ലാസ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെ ഇതിന് വരുന്നുണ്ട്. നല്ല ഡിസ്പ്ലേ ആണ്. പിന്നീട് ഇതിൻ്റെ ക്യാമറയാണ്. പ്രൈമറി ക്യാമറ വന്നിട്ട് ഒരു 50 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. 12 MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ വരുന്നുണ്ട്. 5 MB മാക്രോ ക്യാമറ കൂടെ റിയറിൽ വരുന്നുണ്ട്. സെൽഫി ക്യാമറ ആണെങ്കിൽ 13 MB സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഫ്രണ്ടിലാണെങ്കിലും റിയറിലാണെങ്കിലും 4K 30 FPS വീഡിയോസും നിങ്ങൾക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ ക്യാമറ വൈസ് ഞാൻ പറയേണ്ട ആവശ്യമില്ല. സാംസങ്ങിൻ്റെ ഈ പ്രൈസ് പോയിന്റിൽ വരുന്ന ക്യാമറ വേറെ ലെവൽ സാധനമായിരിക്കും. ബഡ്ജറ്റ് റേഞ്ച് പോലെയല്ല. ബഡ്ജറ്റ് റേഞ്ചിൽ തന്നെ സാംസങ് നല്ല രീതിയിലുള്ള ക്യാമറ ഔട്ട്പുട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ പ്രൈസിലേക്ക് 40,000 രൂപ റേഞ്ചിൽ ഫോണിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ
ക്യാമറയാണ് ഈ ഒരു ഫോണിൽ. ഒട്ടുമിക്ക എല്ലാ ക്യാമറ ഫീച്ചേഴ്സും ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. സോ ക്യാമറ വൈസ് നിങ്ങൾ റിവ്യൂ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം സെലക്ട് ചെയ്താൽ മതി. ദെൻ ഇതിൽ വരുന്ന ചിപ്സെറ്റാണ്. ഇതിൽ കൊടുത്തുള്ളത് എക്സിനോസിൻ്റെ 1580 ചിപ്സെറ്റാണ്. പെർഫോമൻസ് വൈസ് ഒന്നും എ സീരീസ് ഫോൺസ് നോക്കേണ്ട ഒരു ആവശ്യമില്ല. പെർഫോമൻസ് ഒരു ഡീസൻറ്റ് മാത്രമാണ് കിട്ടുന്നത്. പിന്നീട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള Android 15 വരുന്നുണ്ട്. 1UI 7 ആണ് വരുന്നത്. ഈ ഒരു ഫോണിലും സാംസങ്ങിൻ്റെ S സീരീസിലും S25 സീരീസിലും മാത്രമാണ് ഇപ്പം Android 15 കിട്ടിയിട്ടുള്ളത്. ബാക്കി എല്ലാ ഫോണിലും ഇപ്പോഴും Android 14 ആയിട്ടാണ് വരുന്നത്. സോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് കിട്ടുന്നുണ്ട്. 6+6 ഇയേഴ്സിൻ്റെ അപ്ഡേറ്റ് ആയിട്ട് ഈ ഒരു ഫോണിൽ വരുന്നത്. അതും ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ പെർഫോമൻസ് നിങ്ങൾ ഗെയിമിംഗ് ഓറിയൻ്റ് ആയിട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ എ സീരീസ് ഫോൺസ് ഒന്നും പോയി എടുക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ ഈ ഒരു ഫോണൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ബാക്കി എല്ലാ ഡേ ടു ഡേ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും, സ്മൂത്തായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പെർഫോമൻസ് ഗെയിമിംഗ് ഓറിയൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് പോയിന്റിൽ വേറെ ഒരുപാട് ഫോൺസ് ഉണ്ട്. അങ്ങനെ നോക്കിയിട്ട് ഈ ഒരു ഫോണിലേക്ക് പോകേണ്ട ഒരാവശ്യമില്ല. പിന്നീട് സർക്യൂട്ട് ടു സെർച്ചും അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഇറൈസറും AI സെലക്റ്റും അങ്ങനെ ഒട്ടുമിക്ക എല്ലാ AI ഫീച്ചേഴ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് 5000 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ബോക്സിനകത്ത് വരുന്നില്ല. സെപ്പറേറ്റ് വാങ്ങാൻ ഓൾമോസ്റ്റ് ആ ഒരു അഡാപ്റ്ററിന് വരുന്നൊരു 3000 രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. സോ 3000 രൂപ കൊടുത്തിട്ട് നിങ്ങളൊരു അഡാപ്റ്റർ വാങ്ങേണ്ടി വരും. പക്ഷേ 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. സാംസങ്ങിൻ്റെ S25 പോലും 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നില്ല. സോ അപ്പം ഈ ഒരു A സീരീസ് A56 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. സോ ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ. അതായത് സാംസങ്ങിൽ M സീരീസിലും F സീരീസിലും കാണാത്ത ചില ഫീച്ചേഴ്സ് A സീരീസ് ഫോൺസിൽ ഉണ്ടാവുന്നുള്ളത്. സോ ഓവറോൾ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗെയിമിംഗ് ഓറിയൻറ്റഡ് മാത്രം നിങ്ങൾ ഒഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യവും ഇതിൽ സ്മൂത്തായിട്ട് വർക്കാവും. ബാക്കിയെല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രീമിയം ആയിട്ടുള്ള ബിൽഡ് വരുന്നുണ്ട്, നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്, നല്ല ക്യാമറ വരുന്നുണ്ട്, നല്ല ബാറ്ററി ഫാസ്റ്റ് ചാർജർ എല്ലാം വരുന്നുണ്ട്. ആകെ പെർഫോമൻസ് മാത്രമേ ഒരു കുറവായിട്ടുള്ളൂ. ഒട്ടുമിക്ക AI ഫീച്ചേഴ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുമുണ്ട്. സോ ഒരു നല്ലൊരു സാംസങ്ങിൻ്റെ A സീരീസ് ഫോൺസാണ് A56 എന്ന മോഡൽ. സോ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും നല്ലൊരു പ്രൈസ് പോയിന്റിൽ ഈ ഒരു ഫോൺ വാങ്ങാൻ കിട്ടും. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫണ്ടമെന്റൽ സൈനിങ് ഓഫ്. ബൈ.